നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ എം.വി. ഗോവിന്ദൻ്റെയും കൂട്ടരുടെ പരിപ്പ് വി.ഡി. സതീശൻ ഇളക്കിയ കണ്ട് ഇങ്ങനെ നമ്മൾ ആനന്ദിച്ച് ഇരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു പത്രസമ്മേളനങ്ങൾ നടത്തില്ല, വല്ലപ്പോഴായിരിക്കും നടത്തുന്നത്. അന്ന് പിന്നെ ഉത്തരം നേരത്തെ എഴുതിക്കൊണ്ടുവരും, ചോദ്യം ചോദിക്കാനുള്ള ആളെടുത്ത് പറഞ്ഞേക്കാം, അവർ ചോദ്യം ചോദിക്കുന്ന കടലാസ് ഊരിയെടുത്ത് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വി.ഡി. സതീശൻ അങ്ങനെയല്ല, അടിച്ച് നിരപ്പാക്കണം. കുറേ വർഷത്തിന് ശേഷമാണ് നമ്മളൊരു മുഖ്യമന്ത്രി ഇത്രയും മനോഹരമായി പത്രസമ്മേളനം നടത്തുന്നത് കാണുന്നത്. നമ്മൾ ഈ പണ്ടത്തെ സിനിമയൊക്കെ കാണുമ്പോൾ അതിനകത്ത് നായകൻ വന്നിട്ട് ആദ്യം കുറെ വില്ലന്മാരെ അടിച്ചിട്ട് പറയത്തില്ല വടാ വടാ എന്ന് പറഞ്ഞാൽ പോരട്ടെ എന്നാ പുള്ളി പറയുന്നത്. ചോദ്യം പോരട്ടെ, ചോദിക്കാനില്ല. പിന്നെ അല്ല, ചോദിക്കുന്നവരെ അവിടെ അടിച്ചിരുത്തുകയാണ്, അപ്പം തന്നെ അടിച്ചിരുത്തുകയാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ അദാനി എയർപോർട്ടിനെതിരെ, അതിന്റെ ഓഹരി വിൽപ്പനയ്ക്കെതിരെ ഈ CPM വളരെയേറെ പ്രതീക്ഷയോടെ പൊക്കിക്കൊണ്ടുവന്ന ഒരു ആരോപണം, അതിനെ മൂടെ നുള്ളിയെന്ന് മാത്രമല്ല വലിച്ചു കീറി പുള്ളി കടലിൽ കളിക്കും. അല്ല, അത് കാര്യം പുള്ളി എല്ലാം പഠിച്ചു തരുന്ന ആളാണ്. പിണറായി പല വല്ലതും എഴുതി കൊടുത്ത് കാണാൻ നോക്കി വായിക്കുന്നല്ലോ പരിപാടി. കാര്യം അറിയാലോ, പുസ്തകം വായിക്കുന്ന ആളല്ലേ. അല്ല, പറയാൻ പറ്റും. അടിച്ച് കലക്കി കടലിൽ കൊടുത്തതിന് പിന്നാലെ കൊണ്ട് എം.വി. ഗോവിന്ദൻ പ്രത്യക്ഷപ്പെടുന്നു. അല്ല, അതിനിടയ്ക്ക് തമാശ ഉണ്ടായി. പത്രസമ്മേളനത്തിൽ പുള്ളി ചോദ്യം ചോദിച്ചു, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അകത്ത് കണ്ണൂരിൻ്റെ CPM ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് താല്പര്യം, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. അത് വാണിംഗ് ആണ്. പറഞ്ഞതല്ലേ, പത്രസമ്മേളനം കഴിഞ്ഞത് നമ്മുടെ ഗോവിന്ദൻ ചാടി അടുത്ത പത്രസമ്മേളനമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. പുറകെ പി രാജീവ് വന്നിരിക്കുന്നു. ആ മൊത്തത്തില് വളരെ ഗംഭീരമായ ഭാഷ എങ്ങനെയായിരുന്നു ഗോവിന്ദ മാഷ് ഇന്ന് പി രാജീവ്? സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷയിലാണോ അതോ അങ്ങനെ തന്നെ സാറിന്റെ ഭാഷയിലാണോ? ഇതിപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഴിഞ്ഞത്തിന്റെ ആരോപണം ഉയരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ അല്ലേ? അതെ. ഈ അവസാന ദിവസം ഉയർന്ന ആരോപണം അന്ന് തന്നെ അദ്ദേഹം അത് മറുപടി പറഞ്ഞു. അന്ന് പിണറായി വിജയൻ എല്ലാം സമ്മതിച്ചു, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ്, ഇത് പൊക്കിക്കൊണ്ട് വരാം, അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തെ ഉൾപാർട്ടി തമ്മിലടിയും ആരും അറിയില്ല, ഇതിന് മുങ്ങിച്ചാവാൻ പോകുന്നത് കച്ചിത്തുരുമത് അതൊന്ന് വഴി തിരിച്ചു വിടാം. ആ രീതിയിൽ കുറേ ദിവസമായിട്ട് ഇവർ അങ്ങും ഇന്ന് ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ തീർത്തും ഏക്കുന്നില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരല്പം ഒരു ഹൈപ്പ് ഉണ്ടായി എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് ആ സംഭവം ആരും വിശ്വസിച്ചിട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനെല്ലാം ഇന്ന് റെഡിയാക്കി. ഗോവിന്ദന് ഉത്തരം പറയേണ്ട അവസ്ഥ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് രസം. ദേശാഭിമാനിയിലാണ് ഇത് സംബന്ധിച്ച് കൃത്യമായി MSC കമ്പനിയുടെ വന്ന കാര്യങ്ങളെക്കുറിച്ചും MSC കമ്പനിയുടെ വരുത്താൻ പോകുന്ന മഹത്തായ മാറ്റങ്ങളെക്കുറിച്ചും വാർത്ത വന്നത്. ദേശാഭിമാനിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് വന്നത്. MSC കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇതോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ മാറാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊടുത്തത്. അതിന്ന് എണ്ണി വി.ഡി. സതീശൻ പറഞ്ഞു. ദേശാഭിമാനി എന്ന തീയതി വരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഗോവിന്ദന് പിന്നെ ഒറ്റ പോകാൻ വഴിയുള്ളൂ, ദേശാഭിമാനി തള്ളി പറയുക. ദേശാഭിമാനി കാണിച്ച് ശരിയായില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇത് അതിനു മുമ്പ് ഒരാൾ പറഞ്ഞായിരുന്നു, ആരാന്നറിയാമോ? നമ്മുടെ തോമസ് ഐസക്. കള പറ്റൂന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ ദേശാഭിമാനിക്കാർ ഇപ്പോൾ ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാണ്. അതെ, ഇനിയിപ്പോൾ ആകെ പറയാനുണ്ടായിരുന്നവരെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ടായിരുന്നു. ആ വിഴിഞ്ഞം പോർട്ടും കൈവിട്ടു പോയി. ഇനി എന്ത് പറഞ്ഞ് പിണറായി വിജയനെ പുകഴ്ത്തും? പണ്ടായിരുന്നെങ്കിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണം പാട്ട് വെച്ചെങ്കിൽ സമാധാനം പറയുന്നത്. ഇന്നിപ്പോൾ വീട്ടിലെങ്ങാണ് ഈ പാട്ട് വെക്കാമെങ്കിൽ പാട്ട് വെക്കുന്ന സാധനം എടുത്ത് നമ്മുടെ തലമണ്ടയ്ക്ക് വീട്ടുകാരടിക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, ഈ ഇന്നീ പാട്ട് നശിപ്പിച്ചിടാനുള്ള കാരണഭൂതരെന്ന വേറൊരു പാട്ടിൻ്റെ അവർ വീട്ടുകാരെ പുതിയതായിട്ടുണ്ടാകും. അത് ഏറ്റവും കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ ഒരു ഡയലോഗ് വിട്ടു. പാർട്ടി വിട്ട് പോയവരൊക്കെ മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ചെടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ഒരു ക്ഷമാപണം. അപ്പോൾ ഒരു ക്ഷമാപണം നടത്തിയാൽ മതി, പോലെ ഞങ്ങൾ എടുക്കാം പരിപാടി. അപ്പോൾ ഉടനെ എം വി വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ താൻ ആരാടോ എന്നുള്ള ചോദ്യമായിട്ട് വന്നു. താൻ ആരുവാ തിരിച്ചെടുക്കാൻ? ഞാനാടോ സംസ്ഥാന സെക്രട്ടറി? ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഒരുത്തനെയും തിരിച്ചെടുക്കുകയില്ല. ടി.കെ. ഗോവിന്ദനും ജി. സുധാകരനും വി. കുഞ്ഞികൃഷ്ണനും വർഗവഞ്ചകരാണ്, പാർട്ടിയെ ഒറ്റുകൊടുത്തവരാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു വർഗവഞ്ചകർ എന്നുള്ളത് ഞങ്ങളുടെ ഡിക്ഷണറിയിലുള്ള വാക്ക്, അവര് നിഘണ്ടുവിലുള്ള വാക്കാണ്. നിഘണ്ടു ഇല്ലാത്തവന്മാരല്ല, നിഘണ്ടു ഉള്ളവന്മാരാണ്. മഹാസത്യം. വർഗവഞ്ചകന്മാരാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒട്ടും ശരിയായിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ എം വി ജയരാജൻ പാവം പിടിച്ച നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ജയരാജനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലിട്ട് പൊരിച്ചുമാർ. വേറെ വഴിയില്ലല്ലോ, അയാൾ തനിച്ചല്ലേ ഉള്ളൂ, ആരും ഇല്ലല്ലോ. അവിടെ സെക്രട്ടേറിയറ്റ് കയറാൻ യോഗ്യതയുള്ളവരെ മുഴുവൻ അവർ പുറത്താക്കിയിട്ട് വെച്ചിട്ടുള്ളത്. പുള്ളി വിചാരിച്ച ഒരു കുഞ്ഞ് സഖാവെങ്കിലും, ഒരു കുഞ്ഞ് സപ്പോർട്ടെങ്കിലും എനിക്ക് തരും എന്ന് കരുതിയാണ് അദ്ദേഹം
അവിടെ ചെന്നത്. പക്ഷേ എല്ലാവരും കൂടെ പുള്ളിയുടെ തോളെ കയറി അവസാനം അദ്ദേഹത്തിന് ഇത് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയ മാരകമായ തെറ്റ് സംഭവിച്ച 2 ആശാന്മാർ അവിടെ ഇരിപ്പുണ്ട്, പിണറായി വിജയനും എം പി ഗോവിന്ദനും. ഈ 2 ആശാന്മാരും കൂടിയാണ് പാർട്ടിയെയും കേരളത്തിലെ ഇടത് സർക്കാരിനെ ഈ പരുവത്തിലാക്കിയത്. എന്നാൽ ഇവർക്കെതിരെ ഈ നാട്ടിലുള്ള മുഴുവൻ പാർട്ടി ഘടകങ്ങളും ഇവരുടെ വീഴ്ചയാണ് ഈ തോൽവിക്ക് കാരണം എന്ന് പറഞ്ഞു വെച്ചെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്ത സെക്രട്ടേറിയറ്റിലെ ഇത്രയും ഈ ആശാന്മാർ ഇന്നലെ എം വി ജയരാജനെതിരെ ഒരു പരാമർശം വന്നപ്പോഴേക്ക് അയാൾക്കെതിരെ പടവാളുമായിട്ട് അന്നേരം നട്ടല് മുളച്ചു. ഇവർക്ക് നട്ടല് മുളച്ചു, അയാളെ ഒരു വഴിക്കാക്കി. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവര് വലിയ കാര്യത പൊക്കിക്കൊണ്ട് വന്നതാണ്. വിഴിഞ്ഞം പോർട്ടില് MSC അല്ലെ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ 49% ഓഹരി അദാനിയിൽ നിന്ന് അവർ വാങ്ങുന്നു. അദാനിയുടെ ഓഹരിയിലാണെന്ന് ഓർക്കണം ഇത് വാങ്ങുന്നു. ഇത് വാങ്ങിയത് സതീശനുമായിട്ടുള്ള ഡീലാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഓഹരി കച്ചവടം അല്ലെ ഓഹരി കൈമാറ്റം നടത്തിയത് VD സതീശനും ഈ അദാനിയും തമ്മിലുള്ള യാത്രയ്ക്ക് പിന്നിൽ പോലും ഇതാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയി ഇവരത് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ ഈ ബഹളം മുഴുവൻ. പക്ഷേ ഇതിനിടയിൽ ആരും അറിയാതെ സ്റ്റാൻഡേർഡ് പണികൾ 2 ദേശാഭിമാനി കൊടുത്തു. ഈ ദേശാഭിമാനി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പാർട്ടി പത്രം പോലും ഇപ്പൊ ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ പത്രമല്ല, ഇത് ബൂർഷ്വാസി പത്രമാണ്, ഇത് സിംഗിൾ മാനേജ്മെന്റ് ആണ്, സ്വതന്ത്ര മാനേജ്മെന്റ് ആണെന്നൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഗോവിന്ദ മാഷ് നോക്കുന്നുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം, നമ്മളാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഇന്നലെ ആർക്കും അത് കത്തിയില്ല. എന്താണെന്നറിയാം, അതായത് 2026 ജൂൺ 5 ദേശാഭിമാനി പത്രത്തിൽ വലിയ വാർത്തയുണ്ട്, ബൈലൈൻ സ്റ്റോറി. എന്നാൽ ബൈലൈൻ ആരുടെ ആയിരുന്നു ഞാൻ മറന്നുപോയി, ലേഖകന്റെ പേര് മറന്നുപോയി. ഈ ബൈലൈൻ സ്റ്റോറിയിൽ പറഞ്ഞ എന്താണെന്നറിയോ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്ത് ഓഹരി നിക്ഷേപിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, 49% ഓഹരിയുടെ നിക്ഷേപം ഇവരുടെയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആരാണ്, എന്താണ് ഇവരുടെ പിന്നെ MSC വരും എന്നാണ്. MSC വരുന്നു. പിന്നെ ഓഹരിയുടെ കണക്കുണ്ട്, 49% ഓഹരി വാങ്ങുന്നു. ഇവരിവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ MSC ആരാണ്, MSCക്ക് വേറെ തുറമുഖങ്ങളിൽ എവിടൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതി വലിയൊരു വാർത്ത. പക്ഷെ ഇതിന്റെ കൂടെ അവര് പുട്ടിന് തേങ്ങാപ്പീര എന്നതുപോലെ പിണറായി വിജയന്റെ നേട്ടമാണ്, ഈ വരുന്നതെല്ലാം പിണറായി വിജയന്റെ നേട്ടമാണെന്ന് ഒരു വാർത്ത എഴുതി അങ്ങ് വിട്ടു. പതിവ് പോലെ ആരും കണ്ടില്ല. കാരണം ദേശാഭിമാനി ആരും വായിക്കാത്തതുകൊണ്ട് ആരും കണ്ടില്ല. ഇതുകൊണ്ട് മടക്കിക്കൊണ്ട് വീടിന്റെ മുറ്റത്തിട്ടാൽ 5-6 ദിവസം കൂടുമ്പോൾ എടുത്ത് തിന്നാൽ ആരെങ്കിലും വെച്ചിട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതാരും കണ്ടില്ല, ഭാഗ്യത്തിന് ഇതാരും കണ്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അദാനി 49% ഷെയർ ഞങ്ങൾ MSCക്ക് കൊടുത്തു എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് ഇറക്കുന്നത്. അന്ന് പിറ്റേന്നത്തെ പത്രത്തിന്റെ 1-ാം പേജിൽ, ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വലിയ വാർത്ത, മറ്റേ വാർത്തയുടെ ഫോളോ അപ്പാ. എന്താ? അതായത് ഇത് പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലം. അതുകൊണ്ട് ഇവിടെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSC കേരളത്തിൽ മുതൽ മുടക്ക് അടക്കുന്നു. കേരള ചരിത്രത്തിൽ 13,000 കോടിയുടെ നിക്ഷേപം, ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം ഇതിവിടെ കൊണ്ടുവന്നത് പിണറായി സർക്കാരാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാർത്ത അടിക്കുന്നു. അന്നാണ് രാവിലെ 10 മണിയായപ്പോൾ നിയമസഭയിൽ കാരണഭൂതം എണീറ്റ് നിന്നിട്ട് ഈ അദാനിയുടെ ഷെയർ ആരോട് ചോദിച്ചിട്ട് വിറ്റതെന്ന് ദേശാഭിമാനിയെടുത്ത് കാണിച്ചു. ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അല്ല ആരോട് ചോദിച്ചിട്ടാ വിറ്റത് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം പുള്ളി. അപ്പോൾ VD സതീശൻ എഡിറ്റ് ചെയ്ത് പറഞ്ഞു, അദാനി ഷെയർ കൈമാറ്റം നടത്തിയതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് സർക്കാരിനോട് ചോദിക്കാതെ ഇത് കൈമാറാൻ പറ്റുകയുമില്ല, കാരണം സർക്കാരാണല്ലോ മേജർ ഷെയർ ഹോൾഡർ. പിന്നെ ഇവിടെ അത് മാത്രമല്ല 25% കൂടുതൽ ഷെയർ 25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് സർക്കാരിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയുണ്ട്, ഇത് സർക്കാരുമായിട്ട് അവർ ബന്ധപ്പെടാത്തിടത്തോളം കാലം ഇതിന് വാലിഡിറ്റി ഉണ്ടാകത്തില്ല എന്ന് സതീശൻ പറഞ്ഞു. ഉടനെ പിണറായി വിജയൻ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ, മുഖ്യമന്ത്രി അതിന്റെ സംശയം ദൂരീകരിച്ചു, എൻ്റെ സംശയം എല്ലാം മാറി. പരിപാടി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ദേശാഭിമാനിയുടെ സൈറ്റിൽ നിന്ന് ഈ വാർത്ത അപ്രത്യക്ഷമായിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കാള പറ്റൂന്ന് കേട്ട് കയറെടുക്കരുത്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. പിറ്റേന്ന് വീണ്ടും ഇതിന് നേരെ വിപരീതമായിട്ടുള്ള വാർത്ത ദേശാഭിമാനിയിൽ. എന്താണ്? അദാനിയുടെ ആഗോള നിക്ഷേപത്തിൽ സംശയം, സതീശനെയാണ് സംശയം. എന്നാ ഇത് കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന് ഇവര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് പിറ്റേത് തൊട്ട് സതീശനെ സംശയിച്ച തളത്തിൽ ദിനേശന്മാരാകും ഇവരൊക്കെ. ഇവർ ഭാര്യമാരെ സംശയമാണ്, തളത്തിൽ ദിനേശൻ എന്ന് പറഞ്ഞ പോലെ ദേശാഭിമാനിക്ക് സംശയമാണ്. ദേശാഭിമാനി ഒരു തളത്തിൽ ദിനേശനായിട്ട് മാറുന്നു.
എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് മൊത്തം കൂടെ നേരെ പ്ലേറ്റ് തിരിക്കും. നമ്മൾ പറഞ്ഞേ പാഷാണ വർക്ക്, നമ്മൾ മുമ്പ് ചർച്ച പറഞ്ഞു പാഷാണ വർക്കിയുണ്ട്, 2 പടം കാണിക്കുന്നതാണ്. പാഷാണ വർക്ക് ക്രിസ്ത്യാനികളെ വിട്ട് ഭിക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ ഫോട്ടോ കാണിക്കും, അപ്പുറത്ത് ഹിന്ദുവിനെ വിളിച്ചാൽ തിരിച്ച് പടം ഇങ്ങോട്ട് വയ്ക്കും, അപ്പൊ ഹിന്ദു തന്നെ കാണിക്കും. അതാണ് പരിപാടി. അവിടെ അത് കഴിഞ്ഞുള്ള രസമാണ്. അത് കഴിഞ്ഞ് സതീശൻ കച്ചവടം നടത്തുന്നു. അപ്പോഴത്തേക്ക് സതീശനെതിരായിട്ടുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരും വേണുഗോപാൽ അടക്കം പുറകെ കൂടെ പണി തുടങ്ങുന്നു. അദാനിയാണോ കേരളം ഭരിക്കുന്നത്, BJP ആണോ കേരളം ഭരിക്കുന്നത് ചോദിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഒക്കെ ആൻസർ എന്താണ്? ED സതീശനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ താറടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അങ്ങ് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാവിലെ നമുക്ക് ഈ വാർത്ത കിട്ടുന്നത്. ഈ വാർത്ത നമുക്ക് ഇവിടെ അയച്ചു തരുന്നു. നമ്മളിത് അയച്ചതെന്ന് കഴിഞ്ഞ് ഇത് നോക്കുന്നു. ഇതിനൊപ്പം തന്നെ ഈ VD സതീശൻ ഈ നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടി, വിഴിഞ്ഞത്തെക്കുറിച്ച് മറുപടിയും കൂടെ വന്നു. ഈ വാർത്ത ഞങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഇത് കിടക്കുന്നത് ദേശാഭിമാനിയുടെ കിടക്കാണ്, ഇത് പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അല്ല, ഓഹരി കൈമാറ്റം പിണറായി വിജയൻ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഈ വാർത്ത. അതിന്റെ കൂടെ ഈ നിയമസഭയിൽ ചോദിച്ച ചോദ്യം വിഴിഞ്ഞം പോർട്ടിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന്റെ സാമ്പത്തിക ചെലവിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളോട് ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? പിണറായി പറഞ്ഞിരിക്കുന്നത് 5500 കോടി നിക്ഷേപിച്ചെന്നാണ്, അത്രയും ചെലവ് വരുത്തിയെന്നാണ്. 3700 കോടി രൂപ ഇവർ കൊടുത്തിട്ടുള്ളൂ. 5500 കോടി 5400 അദാനി കണ്ടിട്ടിരിക്കുന്നത്. ബാക്കി 817 കോടി രൂപ കേന്ദ്രം. എന്തായാലും പിരിച്ച് അയാളെ പൈസ പിരിച്ച ഈ അദാനിയുടെ ആഫീസ് കൂട്ടിച്ചാണ്. എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ച് ഇന്നലെ ആ വാർത്ത കൊടുത്തു. ഇന്ന് ED സതീശൻ പത്രസമ്മേളനത്തിൽ ഇത് തന്നെ പറഞ്ഞു. 2026 ദേശാഭിമാനി കണ്ടായിരുന്നോ? അതിനകത്തുണ്ട് ഇത് ആരുമായിട്ടാണ് ഈ കരാർ എന്നുള്ളത്. ഞങ്ങളുമായിട്ട് എന്ത് കരാറാണ്? ഞങ്ങൾ അധികാരമേറ്റതേ ഉള്ളൂ. ഇദ്ദേഹം പൊളിച്ച്. പിന്നെ ഇവരുടെ അടുത്ത ആരോപണം, നിങ്ങൾ ദിവ്യ സയ്യരെ മാറ്റിയത്. അത് കഴിഞ്ഞ് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർത്തയുണ്ടല്ലോ ദേശാഭിമാനിയുടെ അടുത്ത വാർത്ത കൊടുക്കുകയാണ്. ദിവ്യ സയ്യരെ മാറ്റിയത് അദാനിയുടെ ഈ നീക്കങ്ങൾ നേരത്തെ തന്നെ തടയാൻ ദിവ്യ അയ്യർ ശ്രമിച്ചു, അതുകൊണ്ടാണ് ദിവ്യ സയ്യരെ മാറ്റിയത് എന്നുള്ളത്. അതിനും അദ്ദേഹം മറുപടി കൊടുത്തു. എന്തായാലും നമ്മളാ കൊടുത്ത ദേശാഭിമാനി വാർത്ത ഇന്നിപ്പോൾ ചാനലുകളിലെ ഏറ്റുപിടിച്ച് വലിയ വാർത്തയാണ്. അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞാണ് ഒരു പോയിന്റ്, ഇവിടുത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ തന്നെ ബോധറിയണമെന്ന് ചോദിച്ചു. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അല്ല, 3 വർഷമോ 2 വർഷം കഴിയുമ്പോൾ മാറ്റും. നിയമിച്ച ജീവിതകാലം വഴി സർവീസ് ഈ പോസ്റ്റ് ഇരിക്കാനാണ് പോകുന്നത്. അല്ല, അവരെ മാത്രമല്ല, പിന്നെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ മൊത്തം പുനർവിന്യസിച്ചു. ദിവ്യ സൈരെ അടുത്ത പദവിയിലേക്ക് പറ്റിയത്. ഇപ്പം ഒരാൾക്ക് എല്ലാ തവണയും ഒരു IAS തന്നെ ഒരു ജില്ലയുടെ കളക്ടറായിട്ട് വയ്ക്കുന്നു. അയാളെ ജീവിതകാലം മുഴുവൻ കളക്ടറായിട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു തവണ അല്ല 2 ജില്ലകളിലേക്ക് നിയോഗിച്ചിട്ട് ഇവരെ വീണ്ടും ഇതുപോലെ ഓരോ വകുപ്പുകളുടെ സെക്രട്ടറിമാരായിട്ട് ആൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയത് കളക്ടർ പദവി മാത്രമാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ വിഴിഞ്ഞം തുറമുഖം പോലെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വന്നാൽ ആളെ ചുരുക്കി പറഞ്ഞാൽ അതും പിന്നെ VD സതീശനെ അടിച്ചൊതുക്കി, ഇതും അടിച്ചൊതുക്കി. അത് കഴിഞ്ഞപ്പോൾ ഓടി വരുന്നു ഗോവിന്ദൻ പത്രസമ്മേളനമായിട്ട്. ഗോവിന്ദൻ വന്നിട്ട് പറയുന്നത് ദേശാഭിമാനിയുടെ ജോലി ചാറ്റി രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഗോവിന്ദന്റെ സംസാരം. ദേശാഭിമാനിയുടെ തലപ്പത്തിരിക്കുന്ന ആള് ചില്ലറക്കാരല്ല. അതെ, ഒന്ന് പുത്തലത്ത് ദിനേശൻ. അല്ല, ദേശാഭിമാനി മാത്രമല്ല, ആദ്യം ഈ വാർത്ത വരുന്ന എക്കണോമിക് ടൈംസിലാണ്. ഉള്ള സത്യം പറഞ്ഞു, മാതൃഭൂമിയിൽ വന്നു. അല്ല, ഉള്ള സത്യം പറഞ്ഞു. അതായത് ഇത് എക്കണോമിക് ടൈംസിൽ വന്നപ്പോൾ ഇവർ ഇതിനകത്തോട്ട് എടുത്തിട്ട് കോപ്പി അടിച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ ഒരു വലിയ പിണറായി സ്തുതി കൂടെ എഴുതി വെച്ചു. ആ പിണറായി സ്തുതിയുടെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ഇവരുടെ തലയിൽ വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മാതൃഭൂമിയിലും വന്നിരുന്നു. ഇത് പത്രങ്ങളിൽ വാർത്ത വന്നാൽ എന്തുവാ, അതിനകത്തൊന്നും അല്ല കാര്യം, ഇത് അഴിമതിയുണ്ടോ? അതിലൊന്നും പിണറായി സ്തുതി ഇല്ലായിരുന്നു. ഇതിനകത്ത് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് എടുത്തു വെച്ച് ഈ അബദ്ധത്തിൽ പെട്ടുപോയി. വി രാജീവൻ രംഗത്തിറങ്ങി. പത്രത്തിൽ വാർത്ത വന്നു എന്ന് പറഞ്ഞ് സതീശൻ നുണ പറയുകയാണ്. സതീശൻ നുണ പറയാൻ മാത്രം അറിയാവുന്ന ആളാണ്, നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇയാൾ വളച്ചൊടിച്ച് കൊണ്ടുപോവാണ്. എന്താണെങ്കിലും എല്ലാത്തിനെയും അടിച്ചിരുത്തി ഇന്നത്തെ പത്രസമ്മേളനം മുഴുവൻ ചോദ്യം വരുന്നതിന് എല്ലാ വരുന്ന ചോദ്യത്തിനും അദ്ദേഹം നല്ല സൂപ്പറായിട്ട്. പി രാജീവിന്റെ അടുത്തൊക്കെ നാട്ടുകാർ നിയമസഭയിൽ തൽക്കാലം പോണ്ട, അവിടെ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കാര്യം അതാണ്. അവിടെ ഇരുന്നാൽ മതി, ഇനി തൽക്കാലം നിയമസഭയിൽ പോണ്ടെന്ന് പറഞ്ഞ കാര്യം അതാണ്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾക്കെല്ലാം കൊടുത്തു. അതുപോലെ PSCയുടെ അന്വേഷണം, വിജിലൻസ് അന്വേഷണം അല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം, അത് DGP നിയമോപദേശം കൊടുത്തിരുന്നു. ഇന്നലെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. അജിത ബീഗ ആണെന്ന് തോന്നുന്നു. ക്രൈംബ്രാഞ്ച് DIG അവരാണ് അന്വേഷിക്കുന്നത്. അതുപോലെ ഈ വയനാട്ടിലെ മണ്ണിടിച്ചിലിൻ്റെ അന്വേഷണവും വരുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ
അവരുടെ വഴിവിട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അത് തന്നെയാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത്. അവർ നൽകിയ എല്ലാ കാര്യത്തിനും എല്ലാം ഓക്കെ, ഡബിൾ ഓക്കെ ആണെന്ന് അനുമതി നൽകിയത് തന്നെയാണ് പ്രശ്നം. ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നോ അത്തരം കാര്യങ്ങളൊന്നും കാണിക്കാതെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതിന്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണത്. അത് അവിടുത്തെ ജനങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചു നമ്മൾ മനസ്സിലാക്കി. 2022 മെയ്യിലാണ് ഇവിടുത്തെ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കുന്നത്. ഇത് പരിസ്ഥിതി ലോല പ്രദേശം അല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഇത്രയും കുഴപ്പം പിടിച്ച ഒരു സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമല്ല, ഇവിടെ വനവാസികളില്ല, അതായത് ആദിവാസികളില്ല എന്ന് പറയുന്നു. അതുപോലെ ഈ ഭൂമി ഏറ്റെടുത്താൽ ഇതിന് പകരം നഷ്ടപരിഹാര വനവൽക്കരണം നടത്തണം. അതെ, അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എത്ര ഭൂമി ഈ വനഭൂമി ഏറ്റെടുക്കുന്നോ അത്രയും ഭാഗം വനവൽക്കരണത്തിന് വിട്ടുകൊടുക്കണം. ഇപ്പൊ ഇത് നമുക്കറിയാം, ആനക്കാംപൊയിലിൽ നിന്ന് ഈ ഇന്നലെ പറഞ്ഞ കള്ളാടി എന്ന് പറയുന്ന സ്ഥലം അപ്പം അവിടം വരെ ഏതാണ്ട് 40 കിലോമീറ്ററാണ് ദൂരം ഇപ്പോഴുള്ള വഴിയിലൂടെ. ഇപ്പൊ ഇതിനൊരു ബദൽപാത എന്ന് പറയുന്നത് നേരത്തെ തൊട്ടേയുള്ള ഒരു ആശയം നല്ലതാണ്. പക്ഷേ ആ പ്രായോഗികത ഇല്ലായ്മ സാധ്യമാകാത്തത് എന്തും പിണറായി വിജയൻ സാധ്യമാക്കും. തീയിൽ കുരുത്ത കഴുകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അത് സാധ്യമാക്കും. അങ്ങനെയാണ് ഈ ആനക്കാംപൊയിലിൽ നിന്ന് ഈ പറയുന്ന മേപ്പാടിയിലേക്ക് ഒരു തുരങ്കപാത, അതായത് ഒരു ബദൽ പാതയാണ്. അപ്പോൾ അതിലെന്താണ് സംഭവം? അതിൽ ഈ ആനക്കാംപൊയിലിൽ നിന്ന് വിട്ട് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ തൊട്ടാണ് ഈ ടണൽ വരാൻ പോകുന്നത്. ആ ടണലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 കിലോമീറ്ററാണ് ടണൽ. കൊടും വനത്തിനടിയിലൂടെ ഈ ടണൽ പോവുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പാർക്കട്ടുള്ള സ്ഥലമല്ല, മണ്ണാണ്. അപ്പോൾ എന്താണ് ഈ സ്ഥലം അതീവ പരിസ്ഥിതി ലോലമാണ്. ഇത് പരിസ്ഥിതി ലോലമല്ല എന്ന് പറഞ്ഞ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2024 നമ്മുടെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് വലിയ ദുരന്തം ഉണ്ടാകുന്നതും എത്ര പേരാ മരിച്ചേ? 100 അത്ര ആൾക്കാർ മരിക്കുകയും ചെയ്തു. ഈ മരിച്ചതിന് ശേഷം അപ്പോൾ എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ? അപ്പോഴത്തേക്ക് ഇതിന് 1ാം ഘട്ട അനുമതി മേടിച്ചു, പരിസ്ഥിതി അനുമതി മേടിച്ചു. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ ഇത് തടഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തി അവസാനം ഒരു 60 ഉപാധികൾ വെച്ചു, കർശനമായ ഒരു ഉപാധി. ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു കമ്മിറ്റി, ഒരു അപ്രൈസൽ കമ്മിറ്റി ഉണ്ടാവും. ഈ കമ്മിറ്റി ഇതിനെ മൊത്തം വിലയിരുത്തി ഓരോ 6 മാസവും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച് അത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒക്കെ അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ കർശന ഉപാധികളോടെ ഒരു അനുമതി കൊടുക്കുന്നത് ഏതാണെന്നറിയോ? 2025 ജൂണിലാണെന്ന് ഇത് കൊടുക്കുന്നു. കഷ്ടിച്ച് 1 വർഷമായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിന് മേലാണ്, അല്ല, നിർബന്ധത്തെ തുടർന്നാണ്. പിണറായി വിജയൻ ഇവിടെ തുരങ്കപാത കൊണ്ടുവന്നേ പറ്റൂ. പക്ഷേ ഇതിനെതിരെ പരിസ്ഥിതി സംഘടനകളെല്ലാം കോടതിയെ സമീപിച്ചു. ഓർക്കണം, നമ്മുടെ കോടതികൾ പോലും അവസാനം ഈ സർക്കാരിന്റെ ഈ തെറ്റായ സത്യവാങ്മൂലത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർശനമായ ഉപാധികളോടെ ഈ തുരങ്കപാത പണിയാൻ അനുമതി കൊടുക്കുന്നു. ഒന്ന് ആലോചിക്കണം, ഒരു സാധാരണ മനുഷ്യൻ, ഒരു പരിസ്ഥിതിവാദി എന്നൊന്നും വേണ്ട, ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകും, ഒരു മഴ പെയ്താൽ ഇടിഞ്ഞു പോകാവുന്ന തരത്തിൽ ദുർബലമായ ഒരു സ്ഥലം, അവിടെ എന്ത് കോൺക്രീറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും അത് നിൽക്കില്ല. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് ഈ മണ്ണ് കൂമ്പാരം കൂട്ടിയിട്ടിട്ട് അതിന് പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരുന്നതാണ്, മറക്കായിരുന്നു. അതെന്ത് ഭീകരതയാണ് അവർ ചെയ്തത്. അപ്പൊ ഞാൻ ഈ സ്ഥലത്തിന്റെ ഒരു ഒരു ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഞാൻ വായിച്ചു. അപ്പോൾ ഈ 1960 തൊട്ട് നിരന്തരമായിട്ട് ഉരുള് പൊട്ടുന്ന സ്ഥലമാണ് ഈ ചെമ്പ്രമുടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ. അതുപോലെ ഈ മുണ്ടക്കൈ, പുത്തുമലയിൽ 84 വലിയ തോതിലുള്ള ദുരന്തം. അതെ, പുത്തുമലയിൽ 84 17 പേരാ മരിച്ചത്. പുത്തുമലയിൽ ഈ 2019 17 പേര് മരിച്ചു. ആ പുത്തുമല എന്ന് പറയുന്ന സ്ഥലം ഈ ഇരിക്കുന്ന ഈ തുരങ്കപാതയുടെ കവാടം ഉണ്ടല്ലോ, 800 മീറ്റർ അകലം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പുത്തുമല എന്ന് പറഞ്ഞ അതീവ ലോല പ്രദേശം. ഈ അതീവ ലോല പ്രദേശം എന്ന് പറയുമ്പോൾ ഈ പുത്തുമല വെച്ച് തീരുകയാണോ? അല്ലല്ലോ. ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ ഇവര് പറഞ്ഞു തന്നറിയോ, ഇതിനകത്ത് കാട്ടുനായ്ക്കന്മാർ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗമുണ്ട്. ആ നായ്ക്കന്മാരാണ് ഈ അരണമല എന്ന് പറയുന്ന സ്ഥലം, അതായത് ഈ ടണൽ തുടങ്ങുന്ന സമയം അവിടെ ഉണ്ട്. അവര് 27 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് തുരങ്കപാത കടന്നു പോകുന്ന മേഖലയിൽ 32 ആദിവാസി കുടുംബങ്ങൾ താമസിക്കും.
ഇവരാരും അവിടെ ഇല്ലെന്നും പറഞ്ഞാണ് ഇവർ സത്യവാങ്മൂലം ഈ കൊടുത്തത്. മനുഷ്യരുടെ ജീവന് പോലും ഇവർ യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എന്നിട്ടാണ് അമ്മായിപ്പനും മരുമോനും കൂടെ നിന്നുകൊണ്ട് കഴിഞ്ഞ തവണ ഇത് പോയി നിർമ്മാണ ഉദ്ഘാടനത്തിന് നിലഞ്ഞു നിന്നത്. കൊടുത്തു കഴിഞ്ഞ് മരുമാനാണെന്നില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. പിന്നെ മൺസൂൺ കാലം അങ്ങോട്ട് തുടങ്ങിയാൽ മണ്ണിടിച്ചിൽ പതിവാണ് അവിടെ. ഏത് മേഖലയിലും അവിടെ മണ്ണിടിച്ചിൽ പതിവാണ്. ഇന്നിപ്പോൾ നമ്മുടെ ലേഖകൻ നിഹാൽ അവിടെയുണ്ട്. എവിടെയാണ്? വയനാട്ടിൽ. നിഹാൽ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു ദുരിതാശ്വാസ കേന്ദ്രമുണ്ട്. ഈ ദുരിതാശ്വാസ കേന്ദ്രം പോളിടെക്നിക്കിലാണ്, ഈ മേപ്പാടി പോളിടെക്നിക്കിൻ്റെ അവിടെയാണ് ഈ ദുരിതാശ്വാസ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതായത് ഇന്നലെ ആ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചവരും പരിക്കേറ്റവരുമായിട്ടുള്ള വീട്ടുകാരും കുടുംബാംഗങ്ങളും എല്ലാം അവിടെ താമസിക്കും. അപ്പോൾ അവിടുത്തെ പോളിടെക്നിക്കിൻ്റെ അവിടെ നമ്മുടെ വണ്ടി കൊണ്ട് അവർ പാർക്ക് ചെയ്യുന്നേരം ആ ജീവനക്കാർ പറഞ്ഞു വണ്ടി അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യും. എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു അവിടെ എല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് ഇതിൻ്റെ ചുറ്റുപാടും ഇടിഞ്ഞ് ഈ കെട്ടിടം ഇരിക്കുന്ന ഈ കെട്ടിടത്തിനകത്ത് ഇരിക്കുകയാണ്. ആ നല്ല 2 മഴ പെയ്ത ഈ കെട്ടിടവും ഈ ദുരിതാശ്വാസ ക്യാമ്പും എല്ലാം കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം 2-3 ദിവസമായിട്ട് ഇതിന് ചുറ്റിനും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയായിരുന്നു. നമ്മൾ ശരിക്കും അതാണ്. അപ്പം നമുക്കറിയാം വയനാട് പോലെ വളരെ അതീവ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ഒരു അപകടം വരുന്ന സ്ഥലത്ത് ഒരു മൺസൂൺ കാലത്ത് എവിടെയൊക്കെ മണ്ണിടിയാമോ അവിടെ എല്ലാം ഇടിഞ്ഞു താഴുന്ന, എപ്പോഴും മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് കൊണ്ടൊരു തുരങ്കം പണിയാൻ തീരുമാനിച്ചെങ്കിൽ ആ തുരങ്കത്തിന്റെ നിർമ്മാണത്തിനകത്ത് എന്തെങ്കിലും ഇവർക്ക് നേട്ടം ഉണ്ടാകും എന്നുള്ളത് സ്വന്തം നേട്ടം ഉണ്ടാവാത്ത, തൈക്കണ്ടി കുടുംബത്തിനും സംഘത്തിന് നേട്ടം ഉണ്ടാകാത്ത ഒരു കാര്യം പിണറായി വിജയൻ ചെയ്യില്ല. അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പാണ്. ഇത് ഇവർ എന്തോ ലാഭവും നേട്ടവും ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് പിന്നെ മറ്റേ നോർത്ത് ഇന്ത്യൻ സ്ഥാപനമൊക്കെ ആണല്ലോ ഇതൊക്കെ ഇതിന്റെ നിർമ്മാണമൊക്കെ നടത്തുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകാതെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ച കശുവണ്ടി കള്ളന്മാരുടെ ഇടപാട്. അത് വലിയ ഹൈക്കോടതി കട്ടക്കലിപ്പിലായിരുന്നു. പിന്നല്ലാതെ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ്. അതിനകത്ത് മുഴുവൻ കോടതിയെ ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മൊത്തം കോടതിയുടെ തലയിൽ കോടതിയെ ഞങ്ങൾ കണ്ടോളാം എന്നുള്ള രീതി. ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ് സമയം തട്ടിക്കൂട്ടിയാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തത്. പിന്നെ കോടതി അവിടെ നിന്ന് നിർബന്ധിക്കുമ്പോൾ ഞങ്ങൾ വേറെ റിപ്പോർട്ട് തരുമോ? അത് എങ്ങനെ? അത് മാത്രമല്ലല്ലോ, ഒരുമാതിരി വിചാരണ കോടതി പോലെ ഞങ്ങളടുത്ത് പെരുമാറരുത്. ഹൈക്കോടതി വിചാരണ കോടതി പെരുമാറും. പിന്നെ ഞങ്ങൾ ഈ അനുമതി ഇപ്പം അങ്ങോട്ട് തരും, ഇതങ്ങോട്ട് തരും. പക്ഷേ ഇത് ഞങ്ങൾ അപ്പീൽ അനുമതി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെ വേണേലും അപ്പീൽ പോവാം. ഇതാ പിടിച്ചോ, ഈ അപ്പീൽ പോകണോ വേണ്ടതെന്ന് ഹൈക്കോടതിയല്ലേ തീരുമാനിക്കും. അങ്ങനെയാണ് ഈ കശുവണ്ടി കള്ളന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് തയ്യാറാക്കി AGയുടെ കയ്യിൽ കഴിഞ്ഞ ജൂലൈ 1 കൊടുക്കുന്നത്. ഇത് അവിടെ AGക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രതിയായിട്ടുള്ള INTUC നേതാവ് ചന്ദ്രശേഖരൻ അപ്പോഴേ കൊടുക്കുന്നു. അതുപോലെ K രതീഷിനും കിട്ടുന്നു. ഇവര് ഈ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ ഇത് കാണിക്കുന്നു. ഇത് കണ്ട ഇതാണ്. പക്ഷേ ഈ രേഖ കോടതിയിൽ ചെന്നില്ല. ഈ രേഖ AG പിടിച്ചു വെച്ചാൽ അപ്പൊ അത് കോടതി ചെല്ലാത്തടത്തോളം ഒന്നും സംഭവിക്കത്തില്ലെന്ന് കരുതി AG അടക്കം സർക്കാരടക്കം ഇങ്ങനെ ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഇതിലെ വാദിയായിട്ടുള്ള കടകംപള്ളി മനോജ് ഈ രേഖയുമായിട്ട് കോടതിയെ സമീപിച്ച് കോർട്ടലക്ഷ്യം ഫയൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള K ബിജു, മുൻ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകൻ, അയാൾ വെള്ളിയാഴ്ച ഹാജരാവണം. വെള്ളിയാഴ്ച കോടതിയുടെ മുമ്പിൽ ഹാജരാകും. കോടതി എന്നിട്ട് ബിജുവിനെതിരെ ഇയാൾക്ക് എന്തോ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ ചോദിച്ചല്ലേ കോടതി ആകെ ശക്തമായി അവർ ചോദിച്ചു, ഇത് എഴുതി തന്നത് പ്രതിയാണോ എന്ന് ചോദിച്ചു. അതെ, ഇങ്ങനത്തെ ഒരു സാധനം എഴുതി തന്നത് ഈ കേസിലെ പ്രതിയാണോ എന്ന് ചോദിച്ചു കോടതി. ആദ്യത്തെ പ്രതിയാണോ, ഇയാളൊക്കെ എങ്ങനെ ഈ സ്ഥാനത്ത് ഇരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതായത് 5 മിനിറ്റ് പോലും സമയമില്ലായിരുന്ന ഇദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെ സമയം ഉണ്ടായി? ഇപ്പൊ ഈ രണ്ടാമത് തിരുത്തി കൊടുക്കാൻ എവിടുന്ന് സമയം കിട്ടി? ഇത്രയും നാൾ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് എവിടുന്ന് സമയം കിട്ടി? വളരെ രൂക്ഷമായി. കോടതിയുടെ ക്ഷമ പരീക്ഷിക്കരുതും ഭയങ്കരമായിട്ട് അരമണിക്കൂർ കോടതി എടുത്തു. ബിജു പൊതുവെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല മിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. നമുക്കൊന്നും തോന്നുന്ന ഒരു കാര്യം, അയാൾ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ലായിരിക്കും. താഴെയുള്ള ഏതോ അന്തം കമ്മി എഴുതി അല്ല, കോടതി ചോദിച്ച കറക്റ്റാ. ഇതാ ചന്ദ്രശേഖരൻ എഴുതി അങ്ങോട്ട് കൊടുത്തു, അതിന്റെ പുറത്ത് ഒപ്പിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അത് മാത്രമല്ല, ചന്ദ്രശേഖരൻ കോടതിയെ അപമാനിച്ചു. ചന്ദ്രശേഖരൻ പ്രതിയാ. പിന്നെ അയാൾ പത്രസമ്മേളനം നടത്തി അയാൾ വിളിച്ചു പറയണം കോടതിക്കെതിരെ, കോടതി കാണിച്ചത് ശരിയല്ലെന്ന്. മാത്രമല്ല അയാൾ എന്നിട്ട് അടുത്ത ചോദിച്ചെന്നറിയോ, ഈ കടകംപള്ളി മനോജിന്റെ ഇയാളെ ആസ്തി എന്താണെന്ന് അന്വേഷിക്കണം. ചന്ദ്രശേഖരന്റെ ആസ്തി എന്താണെന്ന് അന്വേഷിച്ചത്. എന്താണ് ജോലി? ഈ പരാതിക്കാരന്റെ ആസ്തി എന്താണെന്നാണ് അദ്ദേഹം അന്വേഷിച്ചത്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സർക്കാർ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ കാട്ടുകള്ളൻ തോട്ടണ്ടി കള്ളനെ സംരക്ഷിക്കാൻ വേണ്ടി കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ വഴിവിട്ട് പ്രവർത്തിക്കുന്നു. അല്ല, മുഖ്യമന്ത്രിക്കാണ് നിയമവകുപ്പ്, അത് എപ്പോഴും ഓർക്കുക. അത് ഇനി മുതലെങ്കിലും ഇപ്പോഴും ഈ സർക്കാരിലുള്ള പ്രധാന തസ്തികരിക്കുന്നവരെല്ലാം തന്നെ പിണറായി സർക്കാരിലിരുന്ന ആളുകൾ തന്നെയാണ്.
ഇവരിങ്ങനെയൊക്കെ തന്നെ റിപ്പോർട്ട് എഴുതി കൊടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് അഡ്വക്കേറ്റ് ജനറൽ ശ്രദ്ധിക്കാതെ കൊണ്ട് കോടതി കൊടുത്തിരുന്നെങ്കിൽ സർക്കാർ വിട്ടുപോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊണ്ടുവരുമ്പോൾ മന്ത്രിയെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായ വകുപ്പ് അദ്ദേഹം എത്ര വളരെ സീനിയറായ പലതവണ മന്ത്രിയായിട്ടുള്ള എത്രയോ പതിറ്റാണ്ടുള്ള MLA ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാനുള്ളതായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇതുപോലെ കൊട്ടി ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഇതിലാണ് അദ്ദേഹം കർശനമായ നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ അനുമതി വന്നിരിക്കുന്നത്. അപ്പോൾ പോലും ആ പ്രോസിക്യൂഷൻ അനുമതിക്കുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഹൈക്കോടതിക്ക് അല്ല അപ്പീൽ അനുവാദത്തോടു കൂടിയുള്ള പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നു. ഹൈക്കോടതിയെ കംപ്ലീറ്റ് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതായത് കോടതിയുടെ മുമ്പിൽ ചെന്നില്ല. കോടതിയുടെ മുമ്പിൽ ചെന്നാൽ തോന്നുന്നത് ലോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഏതെങ്കിലും അന്തം കമ്മിയായിരിക്കും എഴുതി കൊടുത്തിട്ടുള്ളത്. അതായത് പിണറായി വിജയന്റെ മാനസപുത്രനായിരുന്നു. പിണറായി വിജയൻ എൻ്റെ ആളാണ് ചന്ദ്രശേഖരനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ. സതീശനും അത് തന്നെ, സതീശന്റെ സ്വന്തം ആള് തന്നെയാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഇതിനെക്കുറിച്ച് ഒന്നും ഇടതില്ല, ഒരു അക്ഷരവും ഇടില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമാണ്. നിയമവകുപ്പിനാണല്ലോ ഇതിന്റെ തീരുമാനം. ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ട് നിയമവകുപ്പിൽ ജോലിയുള്ള എല്ലാവരും തന്നെ നിയമം പഠിച്ചവരാണ്. നിയമം പഠിച്ചവർ തന്നെയാണ്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് സർക്കാർ ജോലിക്ക് വന്നത്. വി.ഡി. സതീശൻ പോലും അഡ്വക്കേറ്റ് ആണ്. ലോ സെക്രട്ടറി അദ്ദേഹം നിൽക്കുന്ന ജില്ലാ ജഡ്ജിയൊക്കെ ആയിരുന്ന ആളോ ഇപ്പം പദവിയിലുള്ള ആളോ ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഇത് കാണാതെയാണോ ഇത് പോയെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. അതാ ഇനി വ്യവസായ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആരെങ്കിലും തയ്യാറാക്കി കൊണ്ടുവന്ന് ഇത് സെക്രട്ടറി കൊണ്ട് ഒപ്പിടിച്ചാണ് പല ഫയലും കൊണ്ട് ഒപ്പിട്ടതായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കാനാണ് സതീശന്റെ നീക്കമെങ്കിൽ അത് വലിയ തോതിൽ തിരിച്ചടിക്കും. ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി എന്തായാലും സതീശൻ അറിയാതെ ഇങ്ങനൊരു ഉത്തരവ് പോകാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ആരും ഇന്ന് പത്രസമ്മേളനം ചോദിച്ചില്ല. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ലോയറല്ല. ഇത്രയും ഫൗൾ എഴുതിക്കൊണ്ട് ഹൈക്കോടതി ചെന്നല്ല വായിച്ചു നോക്കി സമ്മതിക്കില്ലായിരുന്നു ഒരുപക്ഷെ. അത് ഉറപ്പാണ്. എന്തായാലും വലിയ പണിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായത്തിന് കിട്ടിയിരിക്കുന്നത്. കെ ബിജു അടുത്ത ദിവസം കോടതി നേരിട്ട് ഹാജരാകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് തൈക്കണ്ടി പിണറായി വിജയന്റെ വീട്ടുമുറ്റത്ത് ഇ ഡി എത്തിക്കഴിഞ്ഞു. അവർ അളവ് സർവേയും കൊണ്ടുവന്നത്. നേരത്തെ നമ്മുടെ മാത്യു കൊള്ളനാടൻ്റെ വീട്ടിൽ അദ്ദേഹം പിണറായിക്കെതിരെ ആരോപണം പിറ്റേന്ന് രാവിലെ സർവേയർ വന്നു, ഡെപ്യൂട്ടി തഹസിൽദാരൊക്കെ വന്ന് വസ്തു അളക്കാൻ വന്നു. അതുപോലെ അതിനൊരു കൗണ്ടറായിട്ട് ഇന്നലെ പിണറായിയുടെ മകൾ വീണയുടെ വസ്തു അളക്കാൻ കണ്ണൂരിലും അളത്തി. 80 സെന്റ് സ്ഥലമുണ്ട്. അതായത് എന്തൊക്കെ ആരോട് പിണറായി വിജയനും ഫാമിലിയും തൈക്കണ്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഓരോന്നായിട്ട് റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അതെ, ഇന്നലെ പണ്ഡ്യാലമുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ വസതി അവിടെ എത്തി. അദ്ദേഹത്തിന്റെ വീടിന്റെ അതിരുകൾ മൂലകൾ എല്ലാം പരിശോധിച്ചു. അവിടുത്തെ ആ വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്ന് അദ്ദേഹം ഇതെല്ലാം അളന്നു. അത് കഴിഞ്ഞ് മകളുടെ ഒരു 80 സെന്റ് അപ്പുറത്ത് പിണറായി വില്ലേജിലുള്ള 80 സെന്റ് ഭൂമി അവിടെയും ചെന്നു. എല്ലുകയും മൂലയും എല്ലാം അളന്നു, എല്ലാം റെഡിയാക്കി, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ED അടുത്തതായിട്ട് പോകുന്നത് പിണറായി വിജയനിലേക്കാണ്. ആ പിണറായി വിജയനിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, മൊഴിയെടുക്കും. പിന്നെ ആ സമയത്ത് ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായാൽ ഇദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ ആ നിമിഷം ഈ വസ്തുവകകളെല്ലാം കൂടി അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് പിണറായി വിജയനൊന്നും സംഭവിക്കുന്നില്ല, വീണ തൈക്കണ്ടിക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആരുടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി. എന്തിനാണ്? കൈക്കൂലി വാങ്ങിയ കേസ്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ധാർമ്മികത ഉണ്ടാവണം. പക്ഷെ ധാർമ്മികത ഉണ്ട്. ഇയാൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയല്ല. അഥവാ മത്സരിച്ചെങ്കിൽ തന്നെ മോളെ തിരക്കി ED കയറിയ സമയത്ത് ഞാൻ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇനി വേണ്ട പ്രതിപക്ഷ സ്ഥാനമെങ്കിലും മാറ്റത്തില്ല. അതിന് പകരം എന്താ പുള്ളി പറഞ്ഞത്? നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ ഇറങ്ങാൻ പോയവരുടെ എല്ലാം ഫോൺ കോൾ പരിശോധിക്കാൻ പോവാണ്. നേതാക്കന്മാരെ ഫോൺ പരിശോധിക്കുന്നു. ഇന്നലെ കുറെ വിദ്വാന്മാർക്ക് ഈ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ പോയവർക്ക് ജാമ്യം കിട്ടിയതില്ല. അതെ, അവർക്ക് ജാമ്യം കിട്ടില്ല. ഇപ്പം MV ഗോവിന്ദന്റെയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയിയുടെയും ഈ പറയുന്ന ഹരീന്ദ്രന്റെയും അതുപോലെ റഹീമിന്റെയും മറ്റേ ശിവൻകുട്ടി കടകംപള്ളിയുടെ എല്ലാം ഫോൺ പരിശോധിക്കുകയാണ്. ഇത് ഗൂഢാലോചനയാണെന്നുള്ളതല്ലേ. ഇപ്പൊ എന്താണെങ്കിലും ശരി, EDയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിശ്വസനീയമായ വിവരം അനുസരിച്ച് അടുത്ത മൊഴിയെടുപ്പ് പിണറായി വിജയന്റെയാണ്. അതിലേക്ക് നയിച്ചത് വീണ വിജയന്റെ വൈരുദ്ധ്യം, മൊഴിയിലെ വൈരുദ്ധ്യം. കാരണം ഈ വീണയ്ക്ക് ഒന്നും അറിയില്ല. എന്താണ് ചോദിക്കുമ്പോൾ വീണയ്ക്ക് ഈ കമ്പനിയെ കുറിച്ചും അറിയില്ല. ഈ എക്സാലോജിക് എന്നൊരു കമ്പനി എൻ്റെ പേരിലുണ്ടെന്ന് മാത്രം അറിയാം. CMRL നിന്ന് എങ്ങനെയാണ് പൈസ വാങ്ങി, ഞാൻ എന്ത് സേവനമാണ് കൊടുത്തത്, ഇതൊന്നും അറിയില്ല. പോരായെങ്കിൽ ഇവർ EDയോട് പറഞ്ഞതല്ല, ഇവർ ഒരു വർഷം മുമ്പ് SFIയോട് പറഞ്ഞു. ആ SFIയോട് പറഞ്ഞ എല്ലാം പാടാൻ മറന്നു. EDയോട് പുതിയ മൊഴി കൊടുത്തു. ഈ മൊഴികൾ തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ യഥാർത്ഥ സൂത്രധാരൻ നമ്മുടെ പഴയ ശിവശങ്കരൻ.
അദ്ദേഹം ഇപ്പോഴും അവിടെ ഭദ്രമായി വീട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം അത് ഈയിടെ സ്വപ്ന സുരേഷ് കുറച്ച് സൂചനകൾ തന്നു. ഈ ED ആദ്യം പിടിക്കേണ്ടത് ഈ ശിവശങ്കരനെയാണെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധി ഉപദേശിക്കാൻ പഠിക്കാൻ ശിവശങ്കരനാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശിവശങ്കരനാണ് ഈ കൈക്കൂലി, അതായത് CMRL വഴിയുള്ള കൈക്കൂലി നമുക്ക് എക്സാലോജിക്ക് വഴി വെളുപ്പിച്ചെടുക്കാം എന്ന് പിണറായി വിജയൻ ഉപദേശിച്ചു. നിങ്ങൾക്കും എന്നുള്ള രീതിയിലേക്ക് പോയതായിരിക്കും. എന്താണെങ്കിലും ഇനിയത്തെ അന്വേഷണം ഈ രണ്ട് മനുഷ്യന്മാരിലേക്കാണ് ചെല്ലുന്നത്. ആദ്യ പിണറായി സർക്കാരിൽ BJP കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് പിണറായി വിജയൻ കഷ്ടിച്ച് തലയൂരി ശിവശങ്കരനകത്ത് പോണ്ടി വന്നു. അതെ, അന്നെല്ലാം സേഫായിരുന്നവർ, തക്കൻ്റെ കുടുംബം സേഫായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? കേന്ദ്ര സർക്കാരും RSS ആസ്ഥാനവും ഒക്കെ ഈ പാവം മനുഷ്യനെ കൈവിട്ടു. ഇനിയിപ്പോൾ ഇത് നേരിടുക എന്നുള്ളതേ ഉള്ളൂ. എന്താണെങ്കിലും ED ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിണറായി വിജയനും തൈക്കണ്ടി വീണയും ഒക്കെ അടങ്ങുന്ന തിരുട്ടു ഫാമിലി എന്ന് നമ്മൾ പറയുന്ന ആ ഫാമിലി അധികം വൈകാതെ EDയുടെ വലയിൽ വീഴും. അതിനെ തുടർന്ന് ഈ പേടിച്ചു കൂട്ടിയ കൈക്കൂലിയുടെ കണക്കുകൾ മുഴുവൻ കേരളത്തിലെത്തും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് ആരോപണ വിധേയൻ. EMS, VS അച്യുതാനന്ദനും നീക്ക നായനാർ പോലെയുള്ള കേരള ചരിത്രത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിമാരും നേരിട്ടില്ലാത്ത തരം സാമ്പത്തിക അഴിമതി ആരോപണം നേരിടുന്നു. ഇതെല്ലാം സത്യമാണ്. പക്ഷേ അതിൻ്റെതായ രീതിയിൽ അന്വേഷണം പോയാൽ പിണറായി വിജയനും തൈക്കണ്ടി വീണയും അടങ്ങുന്ന എല്ലാവരും ഇനി ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ മുന്നേ വന്നിട്ട് വിളിച്ച് പറയാം, അപ്പം നമ്മളങ്ങ് ഇറങ്ങിയല്ലേ എന്ന് പറയാം. അപ്പം എന്താണെങ്കിലും ഇറങ്ങിക്കൊള്ളണം. ഒരു കാര്യത്തിൽ നമുക്ക് വലിയ ഒരു തമാശ ഉണ്ട്. ഇപ്പം പിണറായി വിജയൻ്റെ വീടിൻ്റെ മുറ്റത്ത് ED വന്ന് കയറിയപ്പോൾ ആർക്കും തല്ലണ്ട, തടയണ്ട, കാറ് തല്ലി പൊട്ടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇനിയും അസുലഭ സുന്ദര മനോഹര കാഴ്ചയ്ക്കായിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനം മുഴുവൻ കാത്തിരിക്കുന്നത്. ഈ തൈക്കണ്ടി കുടുംബം ഒന്നോടെ ഈ തട്ടിപ്പ് കേസിൽ ജയിലിൽ പോകുന്നതായിട്ട്. അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.